ഹലോ. അപ്പോൾ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോമ്പിൻ്റെ ഫുള്ള് ക്ലീനിങ് പരിപാടികളും അതുപോലെ തന്നെ എല്ലാം ഒരുക്കി വെക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ നോമ്പാകുമ്പോൾ. അതൊരു സന്തോഷമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആളുകൾ എന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾ വിചാരിക്കും എനിക്ക് കിച്ചണുമായിട്ട് യാതൊരുവിധ ബന്ധവും എന്ന്. പക്ഷെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ കൂടുതൽ ടൈം ഉണ്ടാകുന്നതും എൻ്റെ കിച്ചണിലാണ്. അപ്പോൾ നോമ്പൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബക്കത്താണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഇറങ്ങി. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും കൂടെ കൂടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കിച്ചണിൽ നിന്ന് A to Z പാത്രങ്ങളും മസാല ബോക്സുകളും എല്ലാം A to Z സാധനങ്ങൾ ഇറക്കിയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തീർക്കണമെന്ന്. പക്ഷെങ്കിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ തിരക്കിൽ പെട്ടിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നാണ് എനിക്ക് കുറച്ച് ടൈം കിട്ടിയത് കേട്ടോ. ഞാൻ ചെയ്യുന്ന എന്താണെന്ന് നോക്കിയിട്ട് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസാൻ. അപ്പോൾ റിസാന് ഞാൻ മസാല ബോട്ടിൽസ് എല്ലാം ഇങ്ങനെ തുടച്ച് വെക്കുന്ന കണ്ടിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. രണ്ടുപേരും വാശിക്ക് പണിയെടുക്കുകയായിരുന്നു. ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ചെറിയൊരു ഡോട്ട് പോലും വിടാണ്ട് ക്ലീൻ ചെയ്യാണ്. പിന്നെ ഞാൻ ഈ ആൺകുട്ടികൾ അടുക്കളയിൽ കയറരുത്, ആൺകുട്ടികൾ പണിയെടുക്കരുത്, ആ ഒരു ടൈപ്പിൽ പെട്ട ഒരാളല്ല. എല്ലാം ആണും പെണ്ണും എല്ലാവരും പണികളും എല്ലാം കാര്യങ്ങളൊക്കെ ഒരേപോലെ ചെയ്യണം, പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നൊരു ആ ഒരു എന്താ പറയുക, നമ്മളെ ജനറേഷൻ അതാണല്ലോ. അപ്പോൾ അതിൻ്റെതായിരിക്കാം. അങ്ങനെ കിച്ചൺ ഡ്യൂട്ടിയിലോട്ട് കയറി. അപ്പോൾ നമ്മുടെ ദുബായിൽ നിന്നല്ല, എല്ലാ GCC കൺട്രീസിലും കണ്ടുവരുന്ന ഒരു മെയിൻ ശത്രുവാണ് പാറ്റ. അതിവിടെയുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് എല്ലാം ഇറക്കി പുറത്തേക്ക് വെച്ചേക്കാട്ടെ. A to Z സാധനങ്ങൾ ഇറക്കി പുറത്ത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് തേച്ച് കഴുകി, സോപ്പിട്ട് തേച്ച് കഴുകി, ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചിറക്കാണേ. നോമ്പാകുമ്പോൾ മെയിനായിട്ട് യൂസ് ആവുന്നൊരു സംഭവമാണ് ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചധികം വൃത്തിയായിട്ട് കിടക്കുകയായിരുന്നു. കാരണം നാട്ടിലൊക്കെ പോയി വന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ അതിലോട്ട് കയറി അതിൻ്റെ ഓരോ തട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലപോലെ തേച്ച് ഉരച്ച് കഴുകി തുടച്ചിട്ട് ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയ സാധനങ്ങളെല്ലാം ഫ്രോസൺ ആയിട്ടുള്ളതെല്ലാം തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ വെക്കുക കേട്ടോ. കാരണം പിന്നെ അത് മെൽറ്റായി പോകാൻ പറ്റില്ല. എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വേഗം ഫ്രീസർ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തതെല്ലാം അതേപോലെ തന്നെ തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജ് വന്നിട്ട് ആഫ്റ്റർ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഫുള്ള് ക്ലീൻ ചെയ്തു. പിന്നെ കബോർഡ്സ് എല്ലാം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കബോർഡ്സും എല്ലാം മൈന്യൂട്ടായിട്ടുള്ള ഓരോ പൊടിയും എല്ലാം ക്ലീൻ ചെയ്യാം കേട്ടോ. അതിനിടക്ക് ഇവന്മാർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാണ്ട് ജസ്റ്റ് പാസ്തയും സോസേജും ക്രീമൊക്കെ ആയിട്ട് ഒരു പാസ്ത സെറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ റിസാൻ പാസ്ത കഴിക്കാത്തതുകൊണ്ട് അവനിക്കൊരു ബ്രെഡ് പോളയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡായ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും വന്നിരുന്നു. നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഫൈനലി അടുക്കളയിൽ നിന്ന് എല്ലാം ഇറക്കി അടിച്ചു വാരി ക്ലീനാക്കി വെള്ളം ഒഴിച്ച് അടിച്ചിറക്കുക കേട്ടോ. കാരണം എന്തായാലും നമ്മളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ട് ഇത് തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം അടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു നമ്മളെല്ലാം തിരിച്ച് വെക്കുകയാണ്. ബോട്ടിൽസ് എല്ലാം അറേഞ്ച് ചെയ്യണം. ആ ഡ്യൂട്ടി ഞാൻ നിഷാക്ക് കൊടുത്തു. നിഷാൻ്റെ പണിയായിരുന്നു അത്. ഓൾമോസ്റ്റ് ഇത്ര ആയപ്പോഴത്തേക്കും കൺഫർമേഷൻ വന്നു കേട്ടോ, നോമ്പ് നാളെയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ പർച്ചേസിങ്ങിന് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം, ഇറച്ചിയും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, ഫ്രൂട്ട്സൊക്കെ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി റെഡിയായി നേരെ നെസ്റ്റോയിലേക്ക് വിട്ടു. ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലത്തെ ബിൽഡിംഗ് തന്നെയാണ് നെസ്റ്റോ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നടന്നു പോകാനേ ഉള്ളൂ. നമ്മളങ്ങനെ എല്ലാവരും കൂടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോക്കാണ്. ആദ്യം തന്നെ പോയിട്ട് എടുത്തത് ഡേറ്റ്സ് ആയിരുന്നു കേട്ടോ. നോമ്പെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത്, പ്രിഫറൻസ് കൊടുക്കുന്നത് നമുക്ക് വേണ്ടതും ഡേറ്റ്സ് ആയതുകൊണ്ട് ആദ്യം തന്നെ ഡേറ്റ്സ് എടുത്തു. പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇറച്ചികൾ മേടിക്കാനുണ്ടായിരുന്നു, ചിക്കനും ബീഫൊക്കെ വാങ്ങി. കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു, ലെമൺ എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അവക്കാഡോ നല്ലപോലെ നെക്കി നോക്കിയിട്ട് പഴുത്തത് നോക്കിയെടുക്കുക കേട്ടോ. അവക്കാഡോയും അതുപോലെ തന്നെ ലെമണും നല്ലപോലെ നെക്കി നോക്കിയിട്ട് എടുക്കുക. കാരണം ലെമണൊക്കെ നല്ലപോലെ നെങ്ങുന്നത് നോക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ തന്നെ പണിപ്പെടേണ്ടി വരും. ജ്യൂസ് കുറവായിരിക്കും. പെട്ടെന്നൊരു കൺഫർമേഷൻ വന്നതുകൊണ്ടിട്ട് നെസ്റ്റോയിൽ നല്ല തിരക്കായിരുന്നു. ക്യൂ ഒക്കെ നിന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങിയതും ബില്ലടിച്ചതൊക്കെ. അതിനിടയ്ക്ക് ഇവന്മാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ജ്യൂസും ലബനപ്പും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ വരികയാണ്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നേരെ റൂമിൽ വന്നു. റൂമിൽ വന്നതിന് ശേഷം కొంచెం പണിയുണ്ടായിരുന്നു. കാരണം നാളെ എനിക്ക് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തും ക്ലീൻ ചെയ്തൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ വന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചു. സവാള അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. അതിനിടയ്ക്ക് റിസാൻ വാങ്ങിയ ഒരു മിഠായി കൊണ്ടുവന്നു കേട്ടോ. അതൊരു ഡയമണ്ടിൻ്റെ റിങ് പോലെ ഇരിക്കുന്ന ഒരു ലോലിപോപ്പായിരുന്നു. അത് അടിപൊളിയായിരുന്നു. രണ്ടുപേരും കൊണ്ടുവന്ന് അതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഷടപടേന്ന് പരിപാടികളൊക്കെ തീർത്തു. വേഗം തന്നെ എല്ലാം ചോപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ കണ്ടെയ്നേഴ്സിലാക്കി വെക്കാനുള്ള പരിപാടിയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് വേണം അത്താഴത്തിനുള്ള ഫുഡ് റെഡിയാക്കാൻ.
എല്ലാം ചോപ്പ് ചെയ്ത് ഞാൻ വേഗം തന്നെ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക പരിപാടികൾ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഒരു നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ നല്ല നാട്ടിൽ നിന്ന് വന്ന പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പപ്പായ എടുത്തിട്ട് നല്ലൊരു ഷേക്കും അടിച്ചു, കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അത് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി പണിക്ക് നിന്നത്. രാവിലെ റിസാനിക്ക് ചുമയായതുകൊണ്ടിട്ട് ഉണ്ടാക്കിയ കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോൾ നിഷ നല്ല കണ്ണിമാങ്ങ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അടിക്കണം. പിന്നെ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത്താഴത്തിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ക്യാബേജ് തോരനും ചോറും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ ഉണ്ടല്ലോ, വേഗം തന്നെ തോരന് വേണ്ടിയിട്ടുള്ള ക്യാബേജ്, സവാള, പച്ചമുളക്, തേങ്ങ എല്ലാം കൂടി തിരുമ്മി കൂട്ടിയിട്ട് വേഗം തന്നെ അടുപ്പത്താക്കി. ചോറ് ഓൾറെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് നിഷ പൊടികളെല്ലാം എടുത്തിട്ട് ബോട്ടിലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നാളത്തെ നോമ്പിൻ്റെ വിശേഷമായിട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.